നമസ്കാരം സുഹൃത്തുക്കളെ. രാജ്യദ്രോഹി ചെറ്റകളെ ദേശീയതയുടെ ശബ്ദമിതാ, ദേശീയതയുടെ ശബ്ദമിതാ, ദേശീയതയുടെ ശക്തിയിതാ. രാജ്യദ്രോഹിയുടെ പേരിൽ സ്വപ്നം, രാജ്യദ്രോഹിയുടെ പേരിൽ സ്വപ്നം. PG എന്നൊരു വിസ്താരം, PG എന്നൊരു വിസ്താരം. ഐക്യദാർഢ്യം, 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 ഐക്യദാർഢ്യം. PG ഐക്യദാർഢ്യം, PG ഐക്യദാർഢ്യം. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് കാരണം TG മോഹൻദാസ് എന്ന 71 വയസ്സുകാരൻ കൂടുതൽ അറിയപ്പെടുകയും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യനാകപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് കേസ് കൊടുത്തത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒരു SDPI പ്രവർത്തകനാണ് കേസ് കൊടുത്തത്. അയാളെ ബാധിക്കുന്ന കാര്യം പോലും അല്ലായിരുന്നല്ലോ TG പറഞ്ഞത്. എന്നിട്ട് എന്തേ അയാൾക്ക് ഇത്ര താല്പര്യമെന്ന് കോടതി ചോദിച്ചു എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതുപോലൊരു കേസ് വന്നാൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താ? കമ്മിയാണെങ്കിലും കൊള്ളാം, ഇനി സുഡാപ്പിയാണെങ്കിലും കൊള്ളാം. അവർ ചെറുപ്പക്കാരാണെങ്കിലും ശരി, അവർ പറഞ്ഞതിനൊന്നുകിൽ ഖേദം പ്രകടിപ്പിക്കും, മാപ്പ് പറയും. ആദ്യപടിയായിട്ട് അതാണ്. അല്ല എങ്കിൽ ജാമ്യം എടുക്കും. അടുത്ത പടിയായിട്ട് ഒളിവിൽ പോകും. ഇതൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നു എന്ന് കാണുമ്പോൾ ഉടനെ നെഞ്ചുവേദന അങ്ങ് അഭിനയിച്ച് ഏതെങ്കിലും ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. പക്ഷേ 71 വയസ്സുള്ള, അതും ഷുഗറിൻ്റെ അസുഖമുള്ള TG മോഹൻദാസ് എന്ന വ്യക്തി ഇതൊന്നും ചെയ്തില്ല. ഖേദം പ്രകടിപ്പിച്ചില്ല, ജാമ്യം എടുത്തില്ല, ഒളിവിൽ പോയില്ല, നെഞ്ചുവേദനയും അനുഭവിച്ചില്ല. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മിഠായി കഴിക്കുമായിരുന്നു അത്രേ. അതായത് ഈ ഷുഗർ ലെവൽ താഴുമ്പോൾ അദ്ദേഹം ചിലപ്പം ബോധം കെട്ടു പോകും. അപ്പോൾ അങ്ങനെ ഒരു മുൻകരുതലിനായിട്ട്, അതായത് അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പം എങ്ങാനും ബോധം കെട്ട് പോയാൽ, ഈ ഷുഗർ താന്നിട്ട് ബോധം കെട്ട് പോയാൽ നമ്മുടെ മാപ്രകളല്ലേ അവർ കൊടുക്കുന്ന വാർത്ത ചിലപ്പം പേടിച്ച് വിറച്ച TG മോഹൻദാസ് ബോധം കെട്ട് വീണു എന്നായിരിക്കും പോലീസ് കസ്റ്റഡി. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടായി വരെ കരുതിയാണ് ആ മനുഷ്യൻ ഇരുന്നത്. അപ്പോൾ അങ്ങനെ പോലും നിങ്ങളെക്കൊണ്ട് ഞാൻ വാർത്ത ധരിപ്പിക്കില്ല, കൊടുപ്പിക്കില്ല എന്ന് ഉറച്ചിട്ടാണ് ആ മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ്റെ പോരാട്ട വീരത്തിനെ നമ്മൾ അത് മതിച്ചേ മതിയാവും. അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്നപ്പോൾ ആ നാട്ടുകാരെല്ലാം കൂടി കൊടുക്കുന്ന ഒരു സ്വീകരണമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കും CPMൻ്റെ ചില പ്രതികൾക്ക് കൊടുക്കാറുണ്ട്, അതൊക്കെ പിടിച്ചു പറിച്ചതിൻ്റെയും മോഷണവും നടത്തിയതിൻ്റെയും അതുപോലെ തന്നെ കൊലപാതക കേസ് പ്രതികൾക്കൊക്കെയാണ്, പീഡന കേസ് പ്രതികൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. TG അതൊന്നും ചെയ്ത വ്യക്തിയല്ല. അദ്ദേഹം ഒരു സാങ്കല്പിക കാര്യം മാത്രമാണ് പറഞ്ഞത്. ഞാൻ പ്രധാനമന്ത്രിയായാൽ, അത് ഒരു സാങ്കല്പിക കാര്യമാണ്, ഒരു സ്വപ്നം എന്ന് പോലും പറയാൻ പറ്റില്ല. കാര്യം 71 വയസ്സ് ഇപ്പോൾ തന്നെ ആയിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും മത്സരിച്ചിട്ടില്ല, മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ പോലുമല്ല. അപ്പോൾ ഈ ജന്മത്തിൽ അദ്ദേഹം എന്തായാലും പ്രധാനമന്ത്രിയാവില്ല. ഞാൻ പ്രധാനമന്ത്രിയായാൽ എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു SDPക്കാരനാണ് കേസ് കൊടുത്തത്. സ്ത്രീവിരുദ്ധത പറയുന്നു എന്ന കാരണമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസ് ടൈറ്റാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കോടതി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സ്ത്രീയല്ലേ കൊണ്ട് കേസ് കൊടുക്കേണ്ടത്? ഇത് ഒരൊറ്റ സ്ത്രീകൾ പോലും കേസ് കൊടുത്തിട്ടില്ല. ഇവിടെ SFI ഉണ്ട്, DYFI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, പിന്നീട് മുസ്ലിം ലീഗിൻ്റെ വനിതാ വിഭാഗമൊക്കെ ഉണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് കേസ് കൊടുക്കാറുണ്ടല്ലോ. അവരൊന്നും കൊടുക്കാതെ ഒരു SDPയുടെ പ്രവർത്തകന് എന്തോ മറ്റോ കൊടുത്ത കേസിലാണ് ഞായറാഴ്ച വൈകുന്നേരം ഓടിപ്പാഞ്ഞ് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വന്ന് ഒരു രാത്രി മൊത്തം അദ്ദേഹത്തിനെ സ്റ്റേഷനിൽ എത്തി, പിന്നീട് താമസിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി, ഇത്രയും കോലാഹലങ്ങളൊക്കെ കാണിച്ച്. അപ്പോൾ ശരിക്കും അദ്ദേഹം ഈ കിട്ടിയ സ്വീകരണം കുറഞ്ഞു പോയി എന്നേ പറയാനുള്ളൂ. എന്തായാലും സുഡാപ്പികൾ അത്ര ഹാപ്പിയല്ല. അവർ വിചാരിച്ച അല്ലെങ്കിൽ അവർ മനക്കണക്ക് കണ്ടതൊന്നും നടന്നില്ല.